ഇനി വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പി ഇട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, സാമ്പാർ മിക്സ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ചുവട് കട്ടിയുള്ള ഒരു ചീനിച്ചട്ടിയാണ് ഞാൻ ഇതിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 8 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവൻ മല്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മല്ലി ചെറുതായിട്ടൊന്ന് ചൂടാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം. മല്ലി ചെറുതായിട്ട് ചൂടായി തുടങ്ങി. ഇതിലേക്ക് 8 ഉണക്കമുളക്, വലിയ ഉണക്കമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 8 ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉലുവ, 1/4 ടേബിൾ സ്പൂൺ ജീരകം, ഇതും കൂടി ഇട്ട് വറുത്തെടുക്കാം. വളരെ ചെറിയ തീയിൽ വേണം ഈ മസാല നമുക്ക് വറുത്തെടുക്കേണ്ടത്. ഫ്ലെയിം കൂട്ടിയിട്ടാൽ മസാല കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വേണം ഈ മസാല വറുത്തെടുക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കായം, ഇതും കൂടെ ഈ മസാലയുടെ കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് ഈ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമുക്ക് സാമ്പാറിൻ്റെ മസാല പൊടിച്ച് വെച്ചു. ഇതിലേക്ക് 8 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പെടുത്ത് അതും കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. സാമ്പാർ പരിപ്പ് വറുത്തതല്ല, വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്ത സാമ്പാർ പരിപ്പാണിത്. മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നല്ലൊരു കുപ്പിയിൽ, ഉണങ്ങിയ കുപ്പിയിൽ അടച്ച് വെച്ചാൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം. എപ്പോഴെപ്പോഴും ഈ സാമ്പാറിൻ്റെ മിക്സ് ഉണ്ടാക്കണ്ട, പരിപ്പ് വേവിക്കേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ മിക്സാണിത്. ഏകദേശം 1/2 കിലോളം വരുന്ന പച്ചക്കറിയാണ്, സാമ്പാറിൻ്റെ മിക്സാണ്. ഇത് നമുക്ക് ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. പച്ചക്കറി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണിത്. ഇതിലേക്ക് വെന്ത പച്ചക്കറിയിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ പൗഡർ ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. പരിപ്പ് വേവിക്കേണ്ട, മസാല പിന്നെ റെഡിയാക്കേണ്ട. ഇത് ഒരു 3 മാസത്തേക്കൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഈസിയായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു മസാല കൂട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിൻ്റെ പരിപ്പ് വെന്ത് നമ്മൾ സാമ്പാർ എടുക്കുന്ന പോലെ അത്രയ്ക്ക് നന്നായിട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുവി ഉണ്ടാവും. കണ്ടോ, ഇപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിലുള്ള പരിപ്പൊക്കെ നന്നായിട്ട് തിക്കായിട്ട് സാമ്പാറിനോട് ചേരും. ആവശ്യത്തിന് പുളി ഒഴിച്ചു നമുക്ക് ഉപയോഗിക്കാം. താളിച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. ഇപ്പോൾ കണ്ട സാമ്പാറിൻ്റെ കൂട്ടൊക്കെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാമ്പാറാണിത്.